ഡിവൈസിബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു. ഇനി അടുത്ത ചോദ്യം. A number when divided by 779 gives a remainder 47. By dividing the same number by 19, what would be the remainder? ഒരു സംഖ്യയെ 779 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 47 കിട്ടി. അതേ സംഖ്യയെ 19 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര ആയിരിക്കും? ഇത്തരം ചോദ്യങ്ങളിൽ ആദ്യം ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കുന്നത് ആ സംഖ്യയുടെ ഒരു ഫാക്ടർ ആയിരിക്കും രണ്ടാമത് ഹരിക്കേണ്ടുന്ന സംഖ്യ. അതായത് ഈ ചോദ്യത്തിൽ 779ന്റെ ഒരു ഫാക്ടറാണ് 19. അതായത് 19 കൊണ്ട് 779നെ നിശേഷം ഹരിക്കാൻ കഴിയും. ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത്തരം ചോദ്യങ്ങളിൽ അങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം കിട്ടിയ ശിഷ്ടമായ 47നെ 19 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ തന്നെ ആയിരിക്കും ആ സംഖ്യയെയും 19 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ. അപ്പോൾ ഉത്തരം കണ്ടുപിടിക്കാൻ 47നെ 19 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതിയല്ലോ. 47നെ 19 കൊണ്ട് ഹരിച്ചു നോക്കൂ. 47ൽ എത്ര 19 പോകും? 2 19 38 ഇല്ലേ? ബാക്കി അതായത് റിമൈൻഡർ എത്ര വരും? 9 വരും റിമൈൻഡർ. അപ്പോൾ ഉത്തരം 9 ആയിരിക്കും. ഓക്കെ. Which smallest two-digit number added to 32,413 gives a multiple of 9? അതായത് 32,413നോട് ഏറ്റവും ചെറിയ ഏത് രണ്ടക്ക സംഖ്യ കൂട്ടിയാൽ 9ന്റെ ഗുണിതം കിട്ടും എന്നാണ് ചോദ്യം. അപ്പോൾ 32,413നോട് ഈ സംഖ്യകൾ ഓരോന്നും കൂട്ടി നോക്കിയതിന് ശേഷം അതിനെ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ആദ്യം 11 പ്ലസ് ചെയ്യാം. 32,413നോട് 11 പ്ലസ് ചെയ്താൽ 32,424 കിട്ടും. അതിന്റെ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 3 + 2 + 4 + 2 + 4 എന്ന് പറയുന്നത് 15 ആണ്. 15നെ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല. അപ്പോൾ ഓപ്ഷൻ എ അല്ല ഉത്തരം. അടുത്ത ചെറിയ സംഖ്യയായ 12 പ്ലസ് ചെയ്യുമ്പോൾ 32,425 കിട്ടും. അതിന്റെ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 3 + 2 + 4 + 2 + 5 എന്ന് പറയുന്നത് 16 ആണ്. 16നെയും 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല. അപ്പോൾ ഓപ്ഷൻ ബിയും ഉത്തരമല്ല. അടുത്ത ചെറിയ സംഖ്യയായ 13 പ്ലസ് ചെയ്യുമ്പോൾ 32,426 കിട്ടും. അതിന്റെ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 3 + 2 + 4 + 2 + 6 എന്ന് പറയുന്നത് 17 ആണ്. 17നെയും നമുക്ക് 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല. അപ്പോൾ ഓപ്ഷൻ സിയും ഉത്തരമല്ല. അപ്പോൾ ഈ 3 ഓപ്ഷനും ഉത്തരമല്ലാത്ത സ്ഥിതിക്ക് ഉത്തരം ഓപ്ഷൻ ബി 14 ആയിരിക്കും. ഓക്കെ. Which is the smallest number leaving a remainder 1 on division by 5, 6, 7 and 8? 5, 6, 7, 8 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ശിഷ്ടം 1 വരിക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ സംഖ്യയിൽ നിന്നും 1 കുറച്ച് കിട്ടുന്ന സംഖ്യയെ 5, 6, 7, 8 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. അങ്ങനത്തെ ഏറ്റവും ചെറിയ സംഖ്യയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓരോ സംഖ്യയിൽ നിന്നും 1 കുറച്ചതിന് ശേഷം അതിനെ 5 കൊണ്ടും 6 കൊണ്ടും 7 കൊണ്ടും 8 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 241 ആണ്. അതിൽ നിന്നും 1 കുറച്ചാൽ 240 കിട്ടും. 240നെ 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. കാരണം ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0 ആണ്. ഇതിനെ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. കാരണം 24 എന്ന് പറയുന്ന 6 × 4 24 ആണ്. 24 6ന്റെ ഗുണിതമാണ്. അപ്പോൾ 6 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയും. പക്ഷെ 24നെ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് 240നെയും 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല. അപ്പോൾ ഓപ്ഷൻ എ 241 അല്ല ഉത്തരം. അടുത്ത ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 337 ആണ്. അതിൽ നിന്ന് 1 കുറച്ചാൽ 336 കിട്ടും. 336 അവസാനത്തെ അക്കം 6 ആണ്. അതിനെ ഒരു കാരണവശാലും 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല. അപ്പോൾ ഓപ്ഷൻ ബി 337 അല്ല ഉത്തരം. അടുത്ത ചെറിയ സംഖ്യ 841 ആണ്. അതിൽ നിന്നും 1 കുറച്ചാൽ 840 കിട്ടും. അവസാനത്തെ അക്കം 0 ആണ്. 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. 84നെ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? നമുക്കറിയാം ഒരു സംഖ്യയെ 2 കൊണ്ടും 3 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുമെങ്കിൽ ആ സംഖ്യയെ 6 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയും. ഇവിടെ 840 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പറാണ്, ഇരട്ട സംഖ്യയാണ്. അപ്പോൾ അതിനെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. പിന്നെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയാൻ അതിന്റെ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 8 + 4 + 0 = 12 ആണ്. 12നെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. അതുകൊണ്ട് 840നെയും 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. അപ്പോൾ 2 കൊണ്ടും 3 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ 840നെ 6 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയും.
840നെ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. 84 എന്ന് പറയുന്നത് 12 ഗുണം 7 84 ആണ്. അപ്പോൾ 84നെ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. അപ്പോൾ 840നെയും 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. 840നെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കണം. എന്താണ് 8ന്റെ ഡിവൈസിബിലിറ്റി റൂള്? അതായത് ഒരു സംഖ്യയുടെ അവസാനത്തെ 3 അക്കത്തെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമെങ്കിൽ ആ സംഖ്യയെയും 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. അപ്പോൾ 840നെ തന്നെ നമുക്ക് 8 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം. 840നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 840നെ 8 കൊണ്ട് ഹരിച്ചപ്പോൾ 105 കിട്ടി. അപ്പോൾ 840നെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. അപ്പോൾ 841ൽ നിന്നും 1 കുറച്ച 840നെ 5 കൊണ്ടും 6 കൊണ്ടും 7 കൊണ്ടും 8 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയും എന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പോൾ 841നെ 5 കൊണ്ടും 6 കൊണ്ടും 7 കൊണ്ടും 8 കൊണ്ടും നിശേഷം ഹരിച്ചാൽ 1 റിമൈൻഡർ അഥവാ ശിഷ്ടം കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി 841 ആണ്. ഓക്കെ.